ിലേക്ക് പോകും. അതായത് ഇതൊരു ലൂപ്പാണ്. ഞാനിപ്പോൾ ഒരു ലൂപ്പിലാണ്, നിങ്ങളും ചിലൊരു ലൂപ്പിലായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുകയാണ്, ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആണെങ്കിൽ അതായത് ആ ലൂപ്പിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചെയ്തിട്ട് ഞാൻ 2022 എന്താണെന്ന് തോന്നുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ ട്രീറ്റ്മെൻറ്റ് ഓരോ 6-8 മന്തൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പിന്നെയും ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകും. അതായത് ഇതൊരു ലൂപ്പാണ്. ഈ ലൂപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങണമെങ്കിൽ ഒരു 3 years നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. നമ്മൾ ഒരു ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിട്ടായിരിക്കും നമുക്ക് നിൽക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാർ സൂക്ഷിച്ചും കണ്ടിട്ടും ചെയ്യുക. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ചെയ്തേക്കുന്ന ഇപ്പോൾ ഒരു ബോട്ടോക്സ് ആണ്. 10K ആ ഒരു റേഞ്ചിലാണ് എനിക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ 10K നമുക്ക് ഓരോ 6 മന്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അഫോർഡ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 6 മന്ത് കൂടുമ്പോൾ നമ്മൾ 10K കൊടുക്കാനായിട്ട്. ഇത് ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാരോടാണ് ഇത് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 months യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അടിപൊളിയായിരിക്കും, നന്നായിട്ട് കിടക്കും, നല്ല നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഹെയറൊക്കെ അടിപൊളിയായിരിക്കും. പക്ഷേ ആഫ്റ്റർ 3 years അടിപൊളി പണി കിട്ടും. റൂട്ടീന് ഹെയറൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ ഈ ഫ്രണ്ട് പോർഷനൊക്കെ നല്ല ചുരുണ്ട് വരും. അപ്പോൾ താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും. ഇതുണ്ടോ, താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും, മുകളിലേക്ക് ചുരുണ്ടിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. 4 years ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ നോർമൽ ഹെയർ ആവും. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്ത ഹെയർ വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ നിങ്ങളുടെ പഴയ ഹെയറിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോവാം.